വെള്ളിയാഴ്ച രാത്രി ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ഉപയോഗിച്ച വിമാനങ്ങൾ വെളിപ്പെടുത്തുന്ന വീഡിയോ പ്രസിദ്ധീകരിച്ച് ഇസ്രായേൽ സൈന്യം. ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്ന് ഇസ്രായേൽ സൈന്യം പേരിട്ട അതിവിദഗ്ധവും സൂക്ഷ്മവും കൃത്യവുമായ ആക്രമണത്തിനായി ഉപയോഗിച്ച 2000 പൗണ്ട് ബോംബുകൾ വഹിച്ച വിമാനങ്ങളാണ് വീഡിയോയിൽ ഉള്ളതെന്നാണ് യുദ്ധോപകരണ വിദഗ്ധരുടെയും ന്യൂയോർക്ക് ടൈംസ് വിശകലന റിപ്പോർട്ടിന്റെയും വെളിപ്പെടുത്തൽ. ബോംബുകളിൽ ഘടിപ്പിക്കുന്ന കൃത്യമായ ഗൈഡൻസ് സംവിധാനമായ JDAM കിറ്റോടുകൂടിയ അമേരിക്കൻ നിർമ്മിത BLU-109 ഉൾപ്പെടെ കുറഞ്ഞത് 15 2000 പൗണ്ട് ബോംബുകൾ ഘടിപ്പിച്ച 8 വിമാനങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ബങ്കർ ബസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഈ ബോംബുകൾക്ക് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഭൂമിക്കടിയിലേക്ക് തുളച്ചുകയറാൻ കഴിയും. ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസ്രള്ളക്കെതിരായ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നസ്രള്ളയെ ഇസ്രായേൽ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് 3 മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. അധികം വൈകാതെ തന്നെ നസ്രള്ളയുടെ സ്ഥിതിവിവരങ്ങളുടെ ഇന്റലിജൻസ് ട്രാക്കിംഗ് നഷ്ടപ്പെട്ടേക്കാം എന്ന് വന്നപ്പോൾ നസ്രള്ളയെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലേക്ക് വേഗം എത്തുകയായിരുന്നു എന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ വ്യാഴാഴ്ച രാവിലെ ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഓപ്പറേഷന്റെ ആസൂത്രണം നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. തെക്കൻ ബെയ്റൂട്ടിലെ 6 കെട്ടിടങ്ങൾ നിരപ്പാക്കിയ ആക്രമണത്തിൽ 80-ലധികം ബോംബുകൾ വർഷിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.